ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജയരാജ് അവർക്ക് വേണ്ടിയിട്ടാണ്. ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ 1421, 1421 സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഇതൊരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് നമുക്ക് ഈ നേരെ വരുന്നതാണ് സിറ്റ് ഔട്ട്. ഈ ഒരു കോർണർ വ്യൂ കിട്ടുന്നതാണ് ഈ സിറ്റ് ഔട്ടിൻ്റെ പ്രത്യേകത. അവിടെ നേരെ വരുന്നതാണ് നമുക്കൊരു ഡ്രോയിങ് റൂം. ഈ ഡ്രോയിങ് റൂമിൽ തന്നെ നമ്മളൊരു പൂജയ്ക്കുള്ള പ്രൊവിഷൻസും കൂടി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ വരുന്നതാണ് നമ്മുടെ ഡൈനിങ്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിന് മോർ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം, അതിനകത്ത് ഡ്രസ്സ്, ടോയ്ലറ്റ്, അതേപോലെ തന്നെ ഈ സൈഡിലും ബെഡ്റൂം, അതിനകത്ത് ഡ്രസ്സ്. ഈ കയറി വന്ന ഈ ഏരിയ നിന്നാണ് നമുക്ക് കിച്ചൺ വരുന്നത്. കാരണം ഇത് പ്രൈവറ്റ് ഏരിയ ആയിട്ട് മാറി. ഇതാണ് നമ്മൾ പബ്ലിക് ഏരിയ എന്നുള്ള പർപ്പസിൽ യൂസ് ചെയ്യുന്നത്. ഡൈനിങ് നിന്ന് കിച്ചൺ വന്നു. ഈ കിച്ചണിൽ നമുക്ക് രണ്ട് സൈഡിലാണ് നമ്മളതായിട്ട് കൊടുത്തിരിക്കുന്നത്. വർക്കിംഗ് ട്രയാങ്കിൾ ഇതിനകത്ത് കിട്ടും, അതുപോലെ തന്നെ വർക്ക് ഏരിയ. ഇത്രയും സൗകര്യങ്ങളാണ് ഇതിനകത്തുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് 1299, 1299 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഈ സ്റ്റെയർ കേസ് കയറി വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സിറ്റിംഗ് ഏരിയ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. താഴത്തുനിന്ന് കയറി വരുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സെയിം, അതായത് ആ 2 ബെഡ്റൂം താഴെയുള്ള അതേ പാറ്റേണിൽ തന്നെ നമ്മൾ ഇവിടെ 2 ബെഡ്റൂം കൊടുത്തു. അതേ രീതിയിൽ തന്നെ ഡ്രസ്സും ടോയ്ലറ്റും 2 സൈഡിലായിട്ട് കൊടുക്കുന്ന രീതിയിൽ ഡ്രസ്സും ടോയ്ലറ്റും കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ വരുന്നതാണ് ഈ വരുന്ന ഒരു ലൈബ്രറി കം ഓഫീസാണ്. അത് കഴിഞ്ഞ് വരുന്നത് അത് ഇവരുടെ പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. അതിനകത്തൊരു ബാൽക്കണിയും വരും. ഫ്രണ്ടിൽ വരുന്നതാണ് ഓപ്പൺ ടെറസ്. ഈ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ നമുക്കൊരു ഹോം തിയേറ്ററും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹോം തിയേറ്ററും അതിനകത്തുള്ള എല്ലാം കൂടിയിട്ടാണ് ഒരു 1300 സ്ക്വയർ ഫീറ്റോളം ഇതിനകത്ത് ഏരിയ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ സൗകര്യങ്ങളും.